നിങ്ങളുടെ കൂടെ ചിരിച്ച് കളിച്ച് നടക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം നിങ്ങൾ രക്ഷപ്പെടണമെന്നായിരിക്കത്തില്ല. നിങ്ങൾക്കൊരു 100 പേരെ അറിയാമെന്ന് വയ്ക്കുക. അതൊരു 50 പേര് നിങ്ങൾ എന്ത് ചെയ്താലും മൈൻഡ് ചെയ്യത്തില്ല. ബാക്കിയുള്ളതിലൊരു 20 പേര് നിങ്ങളുടെ ഫുൾ ഹേറ്റേഴ്സ് ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്താലും അവർക്ക് കുറ്റം മാത്രമേ പറയാൻ കാണത്തുള്ളൂ. ബാക്കിയുള്ളതിലൊരു 10 പേര് നിങ്ങൾ എന്ത് വന്നാലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരൊന്നുമല്ല പ്രശ്നം. ഇതിലൊന്നിലും പെടാത്ത നാലാമതൊരു ഗ്രൂപ്പുണ്ട്. ഇവരെ കണ്ടുപിടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ മുന്നിൽ വന്ന് ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ പുറകെ ഇരുന്ന് കുറ്റം പറയുന്ന കുറച്ച് ടീംസ് ഉണ്ടായിരിക്കും. ഇവരൊരു വെറൈറ്റി ഉള്ള ആൾക്കാരാണ്. നമ്മുടെ കാര്യം ആലോചിച്ച് നമ്മളെക്കാളും വിഷമിക്കുന്ന ഇവരാണ്. ഒന്ന്, നമ്മൾ കഷ്ടപ്പെടുമ്പം സിമ്പതി കൊണ്ടുള്ള വിഷമം. രണ്ടാമത് നമ്മൾ രക്ഷപ്പെടുമ്പം അസൂയ കൊണ്ടുള്ള വിഷമം. ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് ഇവർ നമ്മുടെ മുഖത്ത് നോക്കി കുറ്റം പറയത്തില്ല, നമ്മളെ അടുത്ത് വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇവരുടെ ഉള്ളിൽ നമ്മളോടുള്ള ദേഷ്യമോ അസൂയയോ എന്തൊക്കെയോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് വരും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ മുന്നിൽ വെച്ച് നമ്മളെ കുത്തി പറയുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്താലോ, നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താലോ, അല്ലെങ്കിൽ അവരെക്കാളും മുകളിലോട്ട് പോകാണെന്ന് തോന്നുമ്പോൾ അവർ നമ്മളെ കുത്തി സംസാരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം മോശമാണെന്ന് അവർ വരുത്തി തീർക്കാൻ നോക്കും. ഇങ്ങനെയുള്ള ആൾക്കാർ മുന്നേ ഉണ്ടെന്ന് ആലോചിക്കും എനിക്ക് വിഷമമായിരുന്നു. കാരണം കൂടെ ഉള്ളവരെ തന്നെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി നമ്മൾ എന്ത് ചെയ്യുന്നു. പക്ഷേ ഇവരൊക്കെ ഉള്ളതാണ് ലൈഫിലൊരു ഫണ്ണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു 3 ഗ്രൂപ്പ് ഉണ്ടല്ലോ, കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നു, കുറേ പേര് നമ്മളെ ഹെയ്റ്റ് ചെയ്യുന്നു, കുറേ പേര് നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. ഇവരൊക്കെ എപ്പോഴും ചെയ്യുന്ന കാര്യം തന്നെ ചെയ്തുകൊണ്ടു. ഇവരൊന്നും ഒരു വെറൈറ്റി ഇല്ല. പക്ഷേ ഈ ഒരു ഗ്രൂപ്പിലുള്ള കുറച്ച് പേരാണ് ലൈഫിൽ വെറൈറ്റിയും ഫണ്ണും കൊണ്ടുവരുന്നത്. ഇവർ നമ്മളെ കണ്ട് അസൂയപ്പെടുമ്പോഴാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള പാമ്പുകളെ നേരത്തെ കണ്ടുപിടിച്ച് സൂക്ഷിച്ച് വയ്ക്കുക. കാരണം എപ്പോഴാണ് നമുക്കിട്ട് പണി തരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല.